വെൽക്കം ടു ഓൾ. വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ ഓഫ് ഹാബിറ്ററ്റ് ടെക്നോളജി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ തെർമൽ ബാലൻസ് ഓഫ് എർത്തും ദെൻ വിൻഡ്സ് ആൻഡ് ദെയർ ടൈപ്സും. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എർത്ത് തെർമൽ ബാലൻസ്. അപ്പോൾ നമുക്കറിയാം 100% സോളാർ എനർജിയും എർത്തിലോട്ട് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എർത്ത് എന്ത് ചെയ്യുന്നില്ല, വരുന്നതിൽ 100% സോളാർ റേഡിയേഷനും അബ്സോർബ് ചെയ്യുന്നില്ല. അതിലൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്തായി പോകുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. ഇത് നമ്മൾ ഫിഗർ അടക്കം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ എന്താണ് എർത്തിൽ ഉണ്ടാവുന്ന ഹീറ്റിങ്ങിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, അതായത് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ബാലൻസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ആണ്. 100% എത്തുന്നില്ല, അതിലൊരു പർട്ടിക്കുലർ എമൗണ്ട് എന്തായി പോകുന്നുണ്ട്, തിരിച്ച് റിട്ടേൺ ആയി പോകുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പൊ എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഡെവലപ്മെന്റ്സ് ഒക്കെ കൂടി കൂടി വരികയാണ്. അതിനനുസരിച്ച് എന്തും കൂടുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന പൊല്യൂഷന്റെ എമൗണ്ടും കൂടുന്നുണ്ട്. അതായത് ഇപ്പൊ ഫോസിൽ ഫ്യൂവലിന്റെ കൺസംഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെഹിക്കിൾസിൽ നിന്നൊക്കെ ഇജക്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് എന്താവുന്നുണ്ട്, സർഫസിൽ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് എന്താ പറ്റാനുള്ള ചാൻസ് ഉണ്ട്, ഗ്ലോബൽ വാർമിങ്ങിന് തന്നെ കാരണമുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസിനും കാരണമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടി വരുവാണെങ്കിൽ അത് എന്തില്ലാതാക്കും, എർത്തിൽ ഉണ്ടാവുന്ന ആ തെർമൽ ബാലൻസ് തന്നെ ഇല്ലാതാക്കും. മൊത്തം ഒരു ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കൂടി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാക്സിമം അന്തരീക്ഷത്തിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി, റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ന്യൂ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ എന്ത് ചെയ്യണം, മാക്സിമം ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്ത് ട്രീസ് ഒക്കെ എടുക്കും ഫോട്ടോസിന്തസിന്റെ ടൈമിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമേ എന്തുണ്ടാവും, എർത്തിൽ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിലെ തെർമൽ ബാലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. The amount of solar radiation incident on the Earth's surface, a fraction immediately reflected back into the space, primarily by water and ice surfaces. അപ്പോൾ എന്താണ്, സോളാർ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുന്നതിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഐസിലും വാട്ടറിലും ഒക്കെ ഇൻസിഡന്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിലൊരു ചെറിയ എമൗണ്ട് മാത്രമേ, ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ ഇത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. Then ഈ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഹൈ പീക്ക് ഇന്റൻസിറ്റി ഉള്ള റേഡിയേഷൻ ആയിരിക്കും. കോമൺലി ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ ഫോമിലായിരിക്കും ഇത് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്, മാക്സിമം നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാകുന്ന ഗ്യാസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ നോക്കുക, അത് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന റേഡിയേഷൻ നമുക്ക് ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ച്, ഏതെങ്കിലും മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് വേറെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയൊക്കെ നോക്കണം. അതുപോലെ തന്നെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ വേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ, ഹൈഡ്രജൻ, ഇങ്ങനെ തുടങ്ങിയ പല ഘടകങ്ങളും അടങ്ങിയതാണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇതൊക്കെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ മാത്രമേ ഉണ്ടാവൂ. അതിലൊരു ഇത്തിരി കൂടിപ്പോയാൽ പിന്നെ ആ ടോട്ടലി ഉണ്ടാവുന്ന ബാലൻസ് തന്നെ ഇല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം ഡീഫോറസ്റ്റേഷൻ ഒക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എർത്തിന്റെ ടെമ്പറേച്ചർ, അതായത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോ ഇതാണ് ഫിഗർ. ഇതിൽ പറഞ്ഞാല് സണ്ണിൽ നിന്നും വരുന്ന എനർജിയാണ് സോളാർ റേഡിയേഷൻ. അത് ഹീറ്റ് എനർജിയുടെ ഫോമിലാണ് എർത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതിൽ തന്നെ 100%-ൽ 100 എന്ത് ചെയ്യുന്നില്ല, എർത്ത് അറ്റ്മോസ്ഫിയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എർത്തിലുള്ള ഒബ്ജക്റ്റ് അറ്റ്മോസ്ഫിയർ ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്തായി പോകുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റിജക്റ്റഡ് ആയി പോകുന്നുണ്ട്. പിന്നെ വരുന്ന എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ, അതായത് വാട്ടർ ആയാലും അല്ലെങ്കിൽ ലാൻഡ് ആയാലും ഒക്കെ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ വിൻഡ് ആണ്. വിൻഡ്, the air movement of surface of air due to difference in pressure which is caused due to change in temperature is called wind. അപ്പൊ എന്താണ് വിൻഡ്, അതായത് കാറ്റ്. അപ്പൊ നമുക്കറിയാം കാറ്റെന്ന് വെച്ചാൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കുള്ള എർത്തിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കുള്ള എയർ മൂവ്മെന്റിനെയാണ് നമ്മൾ കാറ്റെന്ന് പറയുന്നത്. അതായത് പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും പ്രഷർ കുറഞ്ഞ റീജിയനിലേക്കുള്ള എയറിന്റെ ട്രാവൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡായി പറയുന്നത്. അപ്പൊ കോമൺലി എന്ന് വെച്ചാൽ
ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് എന്തായിരിക്കും എപ്പോഴും പ്രഷർ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് എന്തായിരിക്കും പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും അവിടെയുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യും, എന്നിട്ട് അവിടെ എയർ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കുള്ള എയറിന്റെ ട്രാവലിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ അറിയാം ഇവിടെ ക്ലൗഡ് വന്നതുകൊണ്ട് ഇവിടെ ഷാഡോ ഉണ്ട്. അതിനനുസരിച്ച് ഇവിടെയുള്ള എയർ എന്തായിരിക്കും കോൾഡ് ആണ്. കോൾഡ് ആവുമ്പോൾ അവിടെ എന്താ ടെമ്പറേച്ചർ വളരെ കുറവാണ്, അപ്പോൾ പ്രഷർ എന്താണ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ ലാൻഡ് എന്താണ് മാക്സിമം ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, അപ്പോൾ പ്രഷർ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഈ ലാൻഡിന്റെ മുകളിലുള്ള എയർ എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ആയ എയർ എന്താവും ടെമ്പറേച്ചർ കൂടിയ എയർ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ബ്ലോ ചെയ്യും. അപ്പൊ ഇവിടെയുള്ള എയർ മുകളിലോട്ട് ബ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഈ സ്പേസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഹൈ പ്രഷർ റീജിയനിലുള്ള എയർ എന്ത് ചെയ്യും ഈ ലോ പ്രഷർ റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് വിൻഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ടോപ്പിക്കിൽ വരുന്നത് ലോക്കൽ വിൻഡ്സ്, പ്ലാനറ്ററി വിൻഡ്സ്, ട്രേഡ് വിൻഡ്സ്, പോളാർ വിൻഡ്, സീസണൽ ഷിഫ്റ്റ് ആൻഡ് മൺസൂൺ. അപ്പൊ ഇത്രയാണ് നമുക്കിനി ടൈപ്സ് ഓഫ് വിൻഡ് എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. അതില് ലോക്കൽ വിൻഡ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ വിൻഡും, ഇനി പ്ലാനറ്ററി വിൻഡ് ആയിക്കോട്ടെ, ലോക്കൽ വിൻഡ്, ട്രേഡ് വിൻഡ്, ഏത് വിൻഡും ആയിക്കോട്ടെ, എല്ലാ വിൻഡും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻ മൂലമാണ് എല്ലാ വിൻഡും ഫോം ചെയ്യുന്നത്. ഇത് എപ്പോഴും ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ആയിരിക്കും എന്തുണ്ടാവുക ഇതിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഇനിയിപ്പോ ലോക്കൽ വിൻഡ് എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അതായത് ലോക്കലി ഒരു സ്പേസിൽ മാത്രം എഫക്ട് ചെയ്യുന്ന വിൻഡ് ആണ് ലോക്കൽ വിൻഡ്. അതായത് കോമൺലി പറഞ്ഞ പ്രാദേശിക വിൻഡ് എന്നൊക്കെ മലയാളത്തിൽ പറയാം. അത് ലോക്കൽ വിൻഡ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്മോൾ ഏരിയയിൽ, അതായത് ഒരു പർട്ടിക്കുലർ സ്മോൾ റീജിയനിൽ മാത്രം എഫക്ട് ചെയ്യുന്ന, അവിടെ ഉണ്ടാവുന്ന ഇറഗുലർ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടൊക്കെ ആ പ്രദേശത്തെ മാത്രം എഫക്ട് ചെയ്തുകൊണ്ട് ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് ഉണ്ടാവുന്ന വിൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് എഫക്ട് ഓൺലി എ സ്മോൾ ഏരിയ. അപ്പോൾ ഇതൊരു സ്മോൾ ഏരിയയെ മാത്രമേ എന്ത് എഫക്ട് ചെയ്യുന്നുള്ളൂ ലോക്കൽ വിൻഡ് എഫക്ട് ചെയ്യുന്നുള്ളൂ. ഇതിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ലാൻഡ് ബ്രീസും സീ ബ്രീസും. അതായത് കടൽക്കാറ്റും കരക്കാറ്റും. ഈ കടൽക്കാറ്റും കരക്കാറ്റും തന്നെ എന്തിന് എക്സാമ്പിൾ ആണ് ഈ ലോക്കൽ വിൻഡിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ അത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ലാൻഡും വാട്ടറും സെയിം മാനറിലുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുന്നതും കൂൾ ചെയ്യുന്നതും. അപ്പോൾ നമുക്കറിയാം ലാൻഡ് എന്ത് ചെയ്യും ഹീറ്റ് എനർജി പെട്ടെന്ന് ധാരാളം അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും, പെട്ടെന്ന് കൂൾ ആവുകയും ചെയ്യും. പക്ഷേ നമ്മൾ വാട്ടറിനെ പറയുകയാണെങ്കിൽ വാട്ടർ എന്തായിരിക്കും വളരെ സ്ലോലി ആണ് ഹീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വളരെ സ്ലോലി ആയിരിക്കും അത് എന്ത് ചെയ്യുക കൂളും ചെയ്യുക. അപ്പൊ ഇതിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. അതുമൂലം ഉണ്ടാകുന്നതാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. ഇപ്പോ നമുക്കറിയാം നമ്മൾ പറഞ്ഞു ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കൂൾ ചെയ്യുന്നുണ്ട്. വാട്ടറിനെ അപേക്ഷിച്ച് ധാരാളം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലാൻഡിനാണ് ഉള്ളത്. ലാൻഡ് എന്ത് ചെയ്യും ഇത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൽ നിന്നും ഒരു 60% അബ്സോർപ്ഷന് വേണ്ടി ഉപയോഗിച്ച് ഒരു ചെറിയ എമൗണ്ട് മാത്രമേ എന്തിനു ഉപയോഗിക്കുന്നുള്ളൂ ഇവാപറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ വാട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ സീ ആണെങ്കിൽ അതിൽ 60% അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇവാപറേഷൻ എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു പർട്ടിക്കുലർ സ്മോൾ എമൗണ്ട് മാത്രമേ എന്തിനു യൂസ് ചെയ്യുന്നുള്ളൂ അബ്സോർബ് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോ ഈ ലാൻഡിന്റെ പൊക്കത്തിലുള്ള എയർ എന്ത് ചെയ്യും ഇവിടെ പെട്ടെന്ന് ഹീറ്റിങ്ങും പെട്ടെന്ന് കൂളിങ്ങും നടക്കുന്നതുകൊണ്ട് ആ ലാൻഡിന്റെ മുകളിലുള്ള എയർ പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സീയുടെ മുകളിലുള്ള എയറിനെ അപേക്ഷിച്ച് ലാൻഡിന്റെ മുകളിലുള്ള എയർ എന്താവും പെട്ടെന്ന് ഹീറ്റ് ആകും. കാരണം ലാൻഡിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട് സീയെ അപേക്ഷിച്ച് സീയെ ഡിപ്പെൻഡ് ചെയ്ത് എന്തിനുള്ള പെട്ടെന്ന് ഹീറ്റ് ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് കൂൾ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു കടൽക്കാറ്റും കരക്കാറ്റും. അപ്പൊ നമുക്ക് അത് പഠിക്കാം. ഇപ്പൊ ഇത് ഡേ ടൈം ആണ്. ഡേ ടൈമിൽ എന്ത് പറ്റും ലാൻഡ് എന്ത് ചെയ്യും പെട്ടെന്ന് ഹീറ്റ് ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് കൂൾ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും സീ വളരെ സ്ലോലി മാത്രമേ വാട്ടറിനെ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോ ഡേ ടൈമില് ലാൻഡിന്റെ മുകളിലുള്ള എയർ എന്ത് ചെയ്യും ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവുന്നതുകൊണ്ട് ഇതിനുള്ള ഈ എയർ എന്ത് ചെയ്യും പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പൊ ഇവിടെയുള്ള പ്രഷർ എന്തായിരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ
ഹീറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ഹീറ്റ് ആയിട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ബ്ലോ ചെയ്യും. അപ്പൊ ഇവിടെ എന്തായി? ഇവിടുത്തെ എയർ ബ്ലാങ്ക് ആയി. അപ്പോ ഇവിടെ എന്തായിരിക്കും? കോൾഡ് വിൻഡ് ആയിരിക്കും, കോൾഡ് എയർ ആയിരിക്കും ഉണ്ടാകുക. അതായത് ഓഷ്യന്റെ മുകളിൽ ഡേ ടൈമിൽ കോൾഡ് വിൻഡ് ആയിരിക്കും, ലാൻഡിനെ അപേക്ഷിച്ച് കോൾഡ് വിൻഡ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇവിടെയുള്ള ഈ എയർ മുകളിലോട്ട് മൂവ് ചെയ്തത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ കോൾഡ് എയർ, അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, ഹൈ പ്രഷർ റീജിയൻ ആണ് ഇവിടെ. ഈ കോൾഡ് എയർ ഈ ബ്ലാങ്ക് പ്ലേസിലോട്ട്, അതായത് ലാൻഡിലോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് കോൾഡ് എയർ ഇങ്ങോട്ട് മൂവ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് അല്ലെങ്കിൽ കടൽ കാറ്റ് എന്നും പറയുന്നത്. ഇപ്പൊ നമ്മൾ കോമൺലി ആയിട്ട് ഈ വിൻഡിനെയൊക്കെ നെയിം ചെയ്യുന്നത് വെച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണോ വരുന്നത്, അതായത് അതിന്റെ ഒറിജിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ വിൻഡിനെ നെയിം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വിൻഡ് എങ്ങോട്ടാണ് ബ്ലോ ചെയ്തത്? ഫ്രം സീയിൽ നിന്ന് ടു ലാൻഡ്, then it's named as sea breeze. then land breeze ആണ്. ഇനി ലാൻഡ് ബ്രീസ് ആണ്. അപ്പൊ നൈറ്റ് ടൈമിലാകുമ്പോൾ എന്ത് പറ്റും? ലാൻഡ് എന്ന് പറയുന്നത് കൂളർ ആയിരിക്കും. അതുപോലെ തന്നെ സീ എന്ന് പറഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്തത് പിന്നെ റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ സീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും അവിടെ. അപ്പൊ ഇവിടെ പ്രഷർ കുറവും ലാൻഡിന്റെ പൊക്കത്തുള്ള എയറിന് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോ ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? ചൂട് കൂടിയിട്ട് അപ്വേർഡിലേക്ക് മൂവ് ചെയ്തു പോകും. അപ്പൊ ഇവിടെയുള്ള ഈ എയർ ബ്ലാങ്ക് ഇല്ലാതാക്കാൻ വേണ്ടി, അതായത് ഇവിടെ പ്രഷർ കുറവായിരിക്കും, ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും എയർ എന്ത് ചെയ്യും? ലോ പ്രഷർ റീജിയനിലേക്ക് ബ്ലോ ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും നോക്കി. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ലോക്കൽ വിൻഡിന് എക്സാമ്പിൾ ആണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് വാലി ആൻഡ് മൗണ്ടെയിൻ ബ്രീസ്. അപ്പൊ വാലി ബ്രീസും മൗണ്ടെയിൻ ബ്രീസും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? ലോക്കൽ വിൻഡിന് എക്സാമ്പിൾ ആണ്. അതായത് ഒരു ചെറിയ റീജിയനിൽ അവിടെ ഉണ്ടാവുന്ന ഇറഗുലർ ടെമ്പറേച്ചർ ഡിഫറൻസിന്, പ്രഷർ ഡിഫറൻസിനെയും അഫക്ട് ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത് മാത്രം ഉണ്ടാകുന്ന വിൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പൊ എന്തായിരിക്കും? ലോ പ്രഷർ ഇൻ വാലി കോസസ് വിൻഡ് ടു ഫ്ലോ അപ്വേർഡ്. അപ്പൊ വാലിയിൽ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള വിൻഡ് എന്തുമായിരിക്കും? അപ്വേർഡ് റീജിയനിലേക്ക് പോകും. അപ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് എയറിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് വാലി ബ്രീസ് എന്ന് പറയാ. അതുപോലെ തന്നെയാണ് എന്ത്? മൗണ്ടെയിൻ ബ്രീസും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്ലാനറ്ററി വിൻഡ് ആണ്. അപ്പോൾ നമ്മൾ ലോക്കൽ വിൻഡ് എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെയുള്ള മറ്റൊരു വിൻഡ് ആണ് പ്ലാനറ്ററി വിൻഡ്. എയർ മൂവ്മെന്റ് ക്യാൻ occur on a worldwide scale due to worldwide variation in temperature. അപ്പോൾ ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള വേരിയേഷൻ കൊണ്ട്, ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന വിൻഡിനെയാണ് നമ്മൾ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത്. ഈ പ്ലാനറ്ററി വിൻഡിന്റെ മറ്റൊരു പേരാണ് പെർമനന്റ് വിൻഡ്. ആ പെർമനന്റ് വിൻഡ് വെച്ചാൽ ത്രൂ ഔട്ട് ദി ഇയർ ലെന്ത് ഇത് എന്തായിരിക്കും? ഒരു ഡയറക്ഷനിലോട്ട് മാത്രമായിരിക്കും ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ പ്രദേശത്തെ അഫക്ട് ചെയ്യുന്ന വിൻഡ് ആയിരിക്കും. കോമൺലി ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകാൻ വേരിയസ് കാരണങ്ങൾ ഉണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം സൺ എന്ത് ചെയ്യുന്നുണ്ട്? പോളാർ റീജിയനെയും ട്രോപ്പിക്കൽ റീജിയനെയും ഡിഫറെന്റ് മാനറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അതായത് പോളാർ റീജിയനും ട്രോപ്പിക്കൽ റീജിയനും ഡിഫറെന്റ് മാനറിലാണ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. അതനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന എയർ എന്തായിരിക്കും? പോളാർ റീജിയനിലാണെങ്കിൽ എപ്പോഴും കോൾഡർ എയർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റീജിയനിലാണെങ്കിൽ എപ്പോഴും ഹീറ്റർ എയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയേഷൻ കൊണ്ടൊക്കെ ഒരു എൻറ്റയർ വാസ്റ്റ് ഏരിയ, ഒരുപാട് വലിയ ഏരിയ എഫക്ട് ചെയ്തുകൊണ്ട് ത്രൂ ഔട്ട് ദ ഇയറിൽ വൺ ഡയറക്ഷനിലോട്ട് മാത്രം ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത്. Throughout the year, the most intensely heated part of the earth is the tropical zone. This keeps the tropical air warm and tight. അപ്പോൾ ത്രൂ ഔട്ട് ദി ഇയറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ എർത്തിന്റെ സർഫസിൽ ഹീറ്റ് ചെയ്യുന്ന പോർഷൻ ഏതാ? ട്രോപ്പിക്കൽ സോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് ചെയ്യുക. പോളാർ റീജിയൻ എപ്പോഴും സ്മോളർ ആംഗിളിൽ മാത്രം സോളാർ റേഡിയേഷൻ റിസീവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ട്രോപ്പിക്കൽ റീജിയനിലോട്ടുള്ള എയർ മൂവ്മെന്റിനെയാണ് നമ്മൾ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുക. അപ്പൊ ഇത് എന്തായിരിക്കും? ത്രൂ ഔട്ട് ദി ഇയറിൽ വൺ ഡയറക്ഷനിലോട്ട് മാത്രമായിരിക്കും ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. The cooler, heavier air from north and south push continuously. This middle of the heat belt was little wind, for the main currents are upward.
As the rising currents cool, the moisture condenses, drenching the zone continuously with showers. Then next type of wind എന്ന് വെച്ചാൽ trade wind ആണ്. The flows of air on either side of the equator are known as the trade winds. Named from the old word trade, which means as a steady track. അപ്പോൾ trade wind എന്ന് വെച്ചാൽ എന്താണ്? ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിലോട്ടും ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിൽ നിന്നും ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടുവാർഡ്സ് ഇക്വേറ്റർ ആയിരിക്കും. അതായത് ഇക്വേറ്ററിന്റെ ഏതൊർ സൈഡിൽ നിന്നും ടുവാർഡ്സ് ഇക്വേറ്ററിലോട്ട് ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ഇത് നെയിം ചെയ്തിരിക്കുന്നത് ഒരു ഓൾഡ് വേർഡിൽ നിന്നാണ്. അതായത് സ്റ്റഡി ട്രാക്ക് എന്ന് മീൻ ചെയ്യുന്ന വേർഡിൽ നിന്നാണ് ട്രേഡ് എന്ന് പറഞ്ഞ സ്റ്റഡി ട്രാക്ക്. അതുകൊണ്ടാണ് ഇതിന് ട്രേഡ് വിൻഡ് എന്ന് നെയിം ചെയ്തത്. These do not blow directly towards equator. They are deflected by the Earth's rotation. അപ്പോൾ ഇത് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നില്ല? ഇക്വേറ്ററിലേക്ക് ടുവാർഡ്സ് ആയിട്ട് അല്ല ബ്ലോ ചെയ്യുന്നത്. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന്റെ റൊട്ടേഷൻ മൂലം ഡിഫ്ലക്ട് ചെയ്തിട്ട് ടുവാർഡ്സ് ഇക്വേറ്റർ ആയിട്ട് ബ്ലോ ചെയ്യുന്നുണ്ട്. Beyond the region of the trade wind on each side of the equator are two other calm belts. They are called host latitude. അതായത് ഈ ട്രേഡ് വിൻഡിന്റെ റീജിയൻ കഴിഞ്ഞിട്ട് അതായത് ഇക്വറ്റോറിയൽ റീജിയൻ കഴിഞ്ഞ് ട്രേഡ് വിൻഡിന്റെ റീജിയൻ കഴിഞ്ഞ് അപ്പുറത്ത് എന്തുണ്ട്? ഒരു കാം ബെൽറ്റ് ഉണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോ ഈ ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡിൽ വരുന്ന എയർ എന്താവുന്നുണ്ട്? സം ഓഫ് ദം ഈസ് ട്രേഡ് വിൻഡ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും? പോൾസിലോട്ട് ബ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഒരു കാം ബെൽറ്റ് ആണ്. അതിൽ വരുന്ന എയറിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ട്രേഡ് വിൻഡ് ആയിട്ട് മാറുകയും ബാക്കി വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? പോൾസിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The air movement is high level from the equator and later on the surface is called anti-trade wind. അപ്പോൾ ഇക്വറ്ററിൽ ഹൈ ലെവലിലും പിന്നെ അത് സർഫസിലോട്ടുമായി വരുന്ന എയറിനെയാണ് നമ്മൾ ആന്റി ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അതായത് ഇക്വറ്റോറിയൽ വരുമ്പോൾ ഹൈ ലെവലിലുള്ളതായിരിക്കും. പിന്നെ അത് ഇക്വറ്റോറിയൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നതിനനുസരിച്ച് സർഫസിലോട്ടുമായി മാറുന്ന വിൻഡിനെയാണ് നമ്മൾ ആന്റി ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. Winds are named by the direction from which they came, not towards which they blow. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വിൻഡ്സ് എപ്പോഴും നെയിം ചെയ്യുന്നത് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്, അതായത് അതിന്റെ ഒറിജിൻ ഏതാണ്, അതിനനുസരിച്ചായിരിക്കും വിൻഡ് എപ്പോഴും നെയിം ചെയ്യുന്നത്. ഒരിക്കലും ഏത് ഡയറക്ഷനിലോട്ടാണ് ബ്ലോ ചെയ്യുന്നത് എന്നതിനനുസരിച്ച് വിൻഡ് ഒരിക്കലും നെയിം ചെയ്യത്തില്ല. അതിന് എക്സാമ്പിൾ, ഇഫ് യു ഫേസ് എ വിൻഡ് വൈൽ ലുക്കിംഗ് വെസ്റ്റ്, ഇറ്റ് ഈസ് എ വെസ്റ്റ് വിൻഡ്. അതായത് ഇപ്പൊ നിങ്ങൾ വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഒരു വിൻഡിന്റെ എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ആ വിൻഡ് എവിടെ നിന്നാണ് വന്നത്? വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നായിരിക്കും വിൻഡ് വന്നത്. അപ്പൊ അതിനെ നമ്മൾ വെസ്റ്റ് വിൻഡ് എന്നാണ് പറയുക. In India and South Asia, for example, the winds of summer blow mostly from the Indian. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ in India and South East Asia, for example, the winds of summer blow mostly from the Indian. അതായത് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ വിൻഡ്സ് എപ്പോഴും ബ്ലോ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും. അപ്പൊ ഇന്ത്യൻ വിൻഡ് ആയിരിക്കും അവിടെ ബ്ലോ ചെയ്യുന്നത്. ഇനി ഈ ഫിഗറിൽ എന്ന് വെച്ചാൽ ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് വിൻഡ്, അതുപോലെ തന്നെ വെസ്റ്റർലൈസും ഉണ്ട്. വെസ്റ്റർലൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ബ്ലോ ചെയ്യുന്ന വിൻഡിനെയാണ് നമ്മൾ വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്. ഇത് കോമൺലി ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡിനാണ് ഒറിജിൻ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ഇതാ ഇവിടെ ട്രേഡ് വിൻഡ്സ് ഉണ്ട്, ഈ ബ്ലൂ കളറുള്ളത്. ഇത് ടുവാർഡ്സ് ദി ഇക്വറ്റേഴ്സിലാണ് ബ്ലോ ചെയ്യുന്നത്. ഡയറക്ട്ലി ടുവാർഡ് അല്ല, എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ട് ഡിഫ്ലക്ട് ചെയ്തിട്ട് ഇക്വറ്ററിന്റെ ടു ഡയറക്ഷനും ഇക്വറ്ററിലോട്ട് ബ്ലോ ചെയ്യുന്ന വിൻഡാണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡിൽ വരുന്ന എയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ട്രേഡ് വിൻഡ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ത് ചെയ്യും? പോളാർ വിൻഡ് ആയിട്ട്, അതായത് പോൾസിലോട്ട് ബ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോളാർ വിൻഡ് ആണ്. ഈച്ച് പോളാർ റീജിയൻ നോർത്ത് ആൻഡ് സൗത്ത്
tends to send strong wind varying from cool to cold towards the equator. അപ്പൊ നമുക്കറിയാം സോളാർ റേഡിയേഷൻ പോൾസിൽ എന്തായിരിക്കും, ഒരു ചെറിയ ആംഗിളിൽ, ചില സമയത്ത് ഹൊറിസോണ്ടൽ ആംഗിളിൽ മാത്രമേ അത് റിസീവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ ഇക്വറ്റോറിയൽ റീജിയനൊക്കെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അവിടെ എന്തായിരിക്കും, എപ്പോഴും പ്രഷർ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ അവിടെയുള്ള എയർ എപ്പോഴും കോൾഡ് ടു കൂൾ എന്ന റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അത് കൂളർ എയർ ആയിരിക്കും അവിടെ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും, ആ പ്രഷർ കുറഞ്ഞ റീജിയനിൽ നിന്ന് പ്രഷർ കൂടിയ റീജിയനിലേക്ക്, അതായത് ഇക്വറ്ററിന്റെ റീജിയനിലോട്ട് വിൻഡിന്റെ അല്ലെങ്കിൽ എയറിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പോളാർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പോൾസിൽ നിന്നും ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് ഉണ്ടാവുന്ന എയർ മൂവ്മെന്റിനെയാണ് നമ്മൾ പോളാർ വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോമൺലി സമ്മർ, അതായത് വാമൺ ടൈമിൽ, സമ്മർ മന്ത്സിൽ ഇത് വീക്ക് ആയിരിക്കും. പിന്നെ വിന്റർ റീജിയനിലായിരിക്കും ഇത് കൂടുതലായിട്ട് മിഡിൽ ലാറ്റിറ്റ്യൂഡിലേക്ക് എത്തിപ്പെടുക. അതിനുള്ള കാരണം എന്താണ്, സമ്മർ റീജിയനിലാവുമ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലും ഇക്വറ്റോറിയൽ റീജിയനിലുള്ള എയർ എപ്പോഴും ടെമ്പറേച്ചർ വളരെ കൂടിയതായിരിക്കും. അപ്പോൾ ഈ വിൻഡ് ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്താവും, അത് അവിടെയുള്ള മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർ മന്ത്സിൽ അത് വീക്ക് ആയിരിക്കും, അതായത് ഈ പോളാർ വിൻഡ് കുറവായിരിക്കും. കോമൺലി വിന്റർ ടൈമിലായിരിക്കും, അതായത് തണുത്ത ടൈമിലായിരിക്കും ഇത് കൂടുതലായിട്ടും മിഡിൽ ലാറ്റിറ്റ്യൂഡിലൊക്കെ എത്തിപ്പെടുക. ഇത് കൂടുതലായിരിക്കും, അപ്പോഴായിരിക്കും ഇത് എത്തുക. These winds are deflected westward because they are moving towards the equator. അപ്പൊ നമ്മൾ പറഞ്ഞു പോൾസിൽ നിന്ന് ഇക്വേറ്ററിലോട്ടാണ് പോളാർ വിൻഡിന്റെ മൂവ്മെന്റ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ വിൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റ്വാർഡ് ഡയറക്ഷനിലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. At the same point in the movement, they encounter the prevailing westerlies moving eastward. അപ്പൊ നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞു, ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡിൽ നിന്നും എന്താണ്, വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നും ഈസ്റ്റിലോട്ടുള്ള എയർ മൂവ്മെന്റിനെയാണ് നമ്മൾ വെസ്റ്റലൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളാർ വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പോർഷൻ വെസ്റ്റ് വാർഡ്സിലോട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിനെ നമ്മൾ വെസ്റ്റലൈസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ പോളാർ വിൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, പോളാർ വിൻഡും വെസ്റ്റലൈസും ആണ് സൈക്ലോണിക് സ്റ്റോംസിനൊക്കെ കാരണം ആകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്റ്റ് ലാറ്റിറ്റ്യൂഡിൽ നിന്ന് വെസ്റ്റലൈസ്, അതായത് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണ് എന്ത്, വെസ്റ്റലൈസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പോളാർ വിൻഡും വെസ്റ്റലൈസും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്തിനു കാരണമാകുന്നത്, സൈക്ലോണിക് സ്റ്റോമിന് കാരണമാകുന്നത്. അപ്പോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് സീസണൽ ഷിഫ്റ്റ് ആൻഡ് മൺസൂൺ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. Since the planetary winds are caused by heat from the sun, they shift northward and southward as the sun changes position with the season. അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാനറ്ററി വിൻഡ് എന്താണ്, പോൾസിൽ നിന്ന് ഇക്വറ്റോറിയലിലായിരിക്കും ബ്ലോ ചെയ്യുന്നത്. അതായത് നോർത്ത് വാർഡും സൗത്ത് വാർഡും ആയിരിക്കും അത് ബ്ലോ ചെയ്യുന്നത്. അതായത് നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ഉള്ളത് കൊണ്ട് അതിനെ എന്ത് നെയിം ചെയ്തു, നോർത്ത് വാർഡ് വിൻഡ് എന്നും സൗത്ത് വാർഡ് വിൻഡും. ഡയറക്ഷൻ നമ്മൾ അങ്ങനെയാണ് മെൻഷൻ ചെയ്തത്. അപ്പോ ഈ പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുന്നത് സൺ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സൗത്തിൽ നിന്ന് ഇക്വറ്റോറിയലിലോട്ടും നോർത്തിൽ നിന്ന് ഇക്വറ്റോറിയലിലോട്ടും ബ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് എന്തായിരിക്കും, സീസണിലും ചേഞ്ച് ഉണ്ടാവും. When heat from the sun is increasing, it is absorbed by the earth for a time before the air temperature rises. അപ്പോൾ ഈ സണ്ണിന്റെ ഹീറ്റ്, അതായത് ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും, എർത്ത് മാക്സിമം ഹീറ്റ് എനർജി സ്റ്റോർ ചെയ്യും. അതായത് എയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എർത്ത് എന്ത് ചെയ്യും, മാക്സിമം അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാൻഡ് ആയിരിക്കും കൂടുതൽ ഹീറ്റ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ സണ്ണിന്റെ എനർജി പിന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ, അതായത് എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് പിന്നെ ആ റേഡിയേഷൻ എമൗണ്ടിൽ കുറവ് വരുമ്പോൾ ഈ സ്റ്റോർഡ് ഹീറ്റ് എന്ത് ചെയ്യും, പുറത്തേക്ക് വന്നിട്ട് പിന്നെ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ലാൻഡ് മാസ് എന്ത് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വെക്കും, എയർ ലെസ് എമൗണ്ട് മാത്രമേ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഈ എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് സണ്ണിന്റെ പൊസിഷൻ മാറുമ്പോൾ ഈ റേഡിയേഷൻ എമൗണ്ട് കുറവായിരിക്കും. അപ്പൊ ഈ ലാൻഡ് മാസ് അബ്സോർബ് ചെയ്ത എനർജിയെ റിഡ്യൂസ് ചെയ്യും, റിലീസ് ചെയ്യും, എന്നിട്ട് അത് എയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. The ocean maintain their temperature and the winds over them do not have large seasonal changes. പിന്നെ ഈ ഓഷ്യന്റെ, അപ്പൊ ലാൻഡിന്റെ പൊക്കത്തുള്ള എയറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓഷ്യന്റെ പൊക്കത്താണെങ്കിൽ എന്താണ്,
ഓഷ്യനിൽ വാട്ടർ വളരെ പതുക്കെ മാത്രമേ ഹീറ്റ് അബ്സോർബ് ചെയ്യൂ, അതുപോലെ തന്നെ വളരെ സ്ലോലി ആയിരിക്കും ഹീറ്റ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇത്ര ലാർജ് സീസണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ലാൻഡ് മാസിലാണ് കൂടുതൽ സീസണൽ ചേഞ്ചസ് കണ്ടുവരുന്നത്. Then over continents, the air show marked seasonal changes of temperature. This occur when 2 to 3 months after the heat from the sun decreases or increases. അപ്പോൾ ഈ കോണ്ടിനെന്റ്സിലൊക്കെ ആണെങ്കിൽ ഇത് ധാരാളം എയറിന്റെ ടെമ്പറേച്ചർ കൂടിയ സമയത്ത്, അതായത് ഡേ ടൈമിൽ അല്ലെങ്കിൽ സമ്മർ ടൈമിലൊക്കെ അബ്സോർബ് ചെയ്ത് വെക്കും. പിന്നെ ഒരു വിന്റർ ടൈമിലൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യും, ഇത് അതിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 months ലേറ്റർ ആയിരിക്കും പിന്നെ അത് സണ്ണിന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോഴായിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സീസൺസിൽ വേരിയേഷൻ ഉണ്ടാവും. Monsoon wind can be explained by the great seasonal temperature changes over large land masses. അപ്പോൾ ലാർജ് ലാൻഡ് മാസിലൊക്കെയുള്ള മൺസൂൺ വിൻഡ് ആണ് ഈ സീസണൽ ഷിഫ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന വൺ ഓഫ് ദി മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മൺസൂൺ വിൻഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം the summer monsoon winds usually bring heavy rainfall. The winds of winter however blow mostly outward from the cold continents. അപ്പോൾ സമ്മർ മൺസൂൺ ഒക്കെ ആണെങ്കിൽ ഹെവി റെയിൻഫോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മൺസൂൺ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ സമ്മർ റീജിയനിൽ അപ്പൊ എന്തായിരിക്കും, ട്രോപ്പിക്കൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ഓർ നിയർലി 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഇൻസിഡന്റ് ഓഫ് ദി സൺറൈസ് ഉണ്ടാവുക. അപ്പൊ മാക്സിമം ആ ലാൻഡ് മാസ് എന്ത് ചെയ്യും, മാക്സിമം ഹീറ്റിനെ അബ്സോർബ് ചെയ്തു വെക്കും. അപ്പൊ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ കറസ്പോണ്ടിങ് ഓഷ്യനിൽ എന്തായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും, അതുപോലെ തന്നെ പ്രഷർ കൂടുതലായിരിക്കും. ലാൻഡ് മാസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഈ പ്രഷർ കൂടിയ റീജിയനിൽ നിന്ന് കുറഞ്ഞ റീജിയനിലേക്ക് എന്താവും, ആ പർട്ടിക്കുലർ ടൈമിൽ വിൻഡ് ബ്ലോ ചെയ്യും. അപ്പൊ അതെന്തായിരിക്കും, മഴയായിട്ട്, മൺസൂൺ ടൈമിലാണെങ്കിൽ മഴയായിട്ടായിരിക്കും ബ്ലോ ചെയ്യുക. പിന്നെ സണ്ണിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ അതേ സീസണിൽ എന്തായാലും ഇത് തിരിച്ച് ബ്ലോ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, അപ്പോൾ മൺസൂൺ ടൈം ആയതുകൊണ്ട് ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് ആകുമ്പോൾ ലാൻഡ് സൈഡിൽ നിന്നും ഓഷ്യനിലോട്ട് എന്തെങ്കിലും വിൻഡ് ബ്ലോ ചെയ്യും. അതുകൊണ്ട് അവിടെ റെയിൻ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഇങ്ങനെ മൺസൂൺ വിൻഡിന് മഴയായി കിട്ടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മൺസൂൺ വിൻഡിൽ ഹെവി റെയിൻഫോൾ ഉണ്ടാവുന്നത്. അതേപോലെ നമുക്ക് ചില വിന്റർ ടൈമിലൊക്കെ റെയിൻഫോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ അനദർ ഇയറിൽ ഈ ടൈമിൽ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ മൺസൂൺ കാലാവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് ഇന്ത്യയിൽ കോമൺലി ആയി പറയുമ്പോൾ. അപ്പോ ഈ സീസണൽ ഷിഫ്റ്റിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൺസൂൺ വിൻഡ് ആണ്. സീസണൽ ഷിഫ്റ്റ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് എന്താണ്, എർത്തിന്റെ റൊട്ടേഷൻ മൂലവും സണ്ണിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാലാവസ്ഥ എർത്തിലൊക്കെ മാറി മാറി വരുന്നത്. അതിനുള്ള മെയിൻ റീസൺ എർത്തിന്റെ റൊട്ടേഷനും സണ്ണിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് സീസൺസ് ഒക്കെ എർത്തിൽ ഉണ്ടാവുന്നത്. ഇനി വിന്റർ ആൻഡ് സമ്മർ മൺസൂൺ വിൻഡ് പാറ്റേൺസ് ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വിന്റർ മൺസൂണും സമ്മർ മൺസൂണും ഉള്ള വിൻഡ് പാറ്റേൺ ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോ സമ്മർ മൺസൂൺ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ എന്താ, സമ്മർ റീജിയൻ ആയിരിക്കും. അപ്പൊ ലാൻഡ് മാസ് എന്ത് ചെയ്യും, കടലിനെ അപേക്ഷിച്ച് ഓഷ്യനെ അപേക്ഷിച്ച് ധാരാളം ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പോ ഇവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ വളരെ കൂടിയതായതുകൊണ്ട് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ലോ പ്രഷർ റീജിയൻ ഇവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും ലാൻഡിനെ അപേക്ഷിച്ച്. അപ്പൊ ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പൊ ഈ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലോട്ട് എന്ത് ചെയ്യും, വിൻഡ് ബ്ലോ ചെയ്യും, എയർ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യും, ഇവിടെ ഈ ലാൻഡ് മാസിൽ മഴയായി കിട്ടും. അതാണ് സമ്മർ മൺസൂൺ എന്ന് പറയുന്നത്. ഇനി വിന്റർ മൺസൂണിലാവുമ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് കോൾഡ് ആയിരിക്കും, ഓഷ്യൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ലാൻഡ് ഹീറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഹൈ പ്രഷറും ഇവിടെ ലോ പ്രഷറും ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്നുള്ള എയർ എന്ത് ചെയ്യും, ഈ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും, വിന്റർ മൺസൂൺ ആയിട്ട് ഈ പ്രദേശത്ത് കിട്ടും, ഈ ലാൻഡ് മാസിൽ കിട്ടും. അതാണ് വിന്റർ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ.